നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വികസനത്തിൽ, ഈ നാടിന്റെ നന്മയിൽ അതിനിർണായകമായ പങ്ക് ക്രൈസ്തവ സമുദായത്തിനുണ്ട്. ഭൂരിപക്ഷം മലയാളികളുടെയും വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സ്ഥാപനം നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ജാതി മത വർഗ ഭേദമന്യേ ഈ നാടിന്റെ നന്മയ്ക്കായി അക്ഷീണം യത്നിച്ച കഴിഞ്ഞ 2000 വർഷമായി ഇവിടെ നിലനിൽക്കുന്ന പ്രബല സമുദായമായ ക്രൈസ്തവ സമുദായം ഇന്ന് ഒരു വംശനാശ ഭീഷണിയിലാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രൈസ്തവർ അപ്രത്യക്ഷരാകുന്നു. ക്രൈസ്തവരുടെ ജനസംഖ്യ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ കുറഞ്ഞു വരുന്നു. രാഷ്ട്രീയ മേഖലയിൽ ക്രൈസ്തവരുടെ സ്വാധീനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ സമസ്ത മേഖലകളിലും ക്രൈസ്തവർ തഴയപ്പെടുന്ന അതിദയനീയമായ കാഴ്ചയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഇതിന്റെ ഉത്തരവാദികൾ ആരെല്ലാമാണ്? ഇത് തന്നെയാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോട് ചേരുന്നു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഫാദർ ആന്റണി തറക്കടവിൽ, ഒപ്പം CBSE ലേറ്റി കൗൺസിൽ സെക്രട്ടറി ചെവിലിയർ അഡ്വക്കേറ്റ് ശ്രീ VC സെബാസ്റ്റ്യൻ, നിരീക്ഷകൻ ശ്രീ അമൽ ശ്രീയക്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ആന്റണി തറക്കടവിൽ. നമുക്കറിയാം, ഈ ഷെക്കീന ന്യൂസ് തന്നെ സംരക്ഷണം ചെയ്ത മിസ്പ 1 എന്ന ഒരു പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വെട്ടാലച്ചൻ ആ ഒരു പ്രോഗ്രാമിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അന്ന് ആ ഒരു പ്രസംഗം പുറത്തു വന്നപ്പോൾ വളരെ വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായി. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ കേരളത്തിൽ ചെലുത്തുന്ന ഭയം ജനിപ്പിക്കുന്ന ഒരു സ്വാധീനത്തെ പറ്റി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഏറ്റവും ഒടുവിൽ PFAയുടെ ഒരു റെയ്ഡിൽ ഒരു നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഈ കഴിഞ്ഞ ദിവസം വട്ടാലച്ചൻ തന്നെ തൃശ്ശൂരിൽ നടന്ന ദൈവശബ്ദം കൺവെൻഷനിൽ വളരെ വൈറലായ ഒരു പ്രസംഗം നടത്തിയിരുന്നു. കേരളത്തിൽ ക്രൈസ്തവ സമുദായം ഒരു വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു. അച്ഛൻ കുറെ വസ്തുതകളൊക്കെ പറയുകയുണ്ടായി. അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ ഒരു യാഥാർത്ഥ്യം എത്രത്തോളമുണ്ട്, എത്രത്തോളം ഗുരുതരമാണ് കേരളത്തിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന നിലനിൽപ്പിന്റെ ചില ഭീഷണികൾ? ഫാദർ ആന്റണി തറക്കടവിൽ. ആദ്യമായിട്ട് ഷെക്കീന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോർജിയെയും ഇവിടെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന സെബാസ് സാറിനെയും അമലിനെയും ഞാൻ ഗ്രീറ്റ് ചെയ്യാണ്. ഈ വിഷയം വാസ്തവത്തിൽ കുറച്ച് അധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെരുന്നാളുകളിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കുറച്ചു മുമ്പ് തന്നെ ഈ പാഴ്സി സിൻഡ്രം നമ്മുടെ ആളുകളെ ബാധിച്ചതിനെ കുറിച്ച് ഞാൻ നേരിട്ട് ആർട്ടിക്കിൾ കണ്ടിട്ടില്ല എങ്കിലും ഒരാൾ എന്നോട് പറഞ്ഞത് വഴിയാണ് ഇത് ഞാൻ അറിയാനായിട്ട് അങ്ങനെ ചിന്തിക്കാനായിട്ട് വന്നത്. നമ്മുടെ ഇടയിൽ വളരെ വ്യക്തമായി നമ്മൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കണക്കുകൾ കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമുക്കത് ഫീൽ ചെയ്തു തുടങ്ങി പല വിധത്തില്. എന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ KC സക്കറിയ സാറിന്റെ ഒരു സ്റ്റഡി ഉള്ളത് ഞാൻ പെട്ടെന്ന് കണ്ടത് ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ 1961 21% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നെങ്കിൽ 81 20ആയി, 2001 അത് 19ആയി, 2011 അത് 18%, 2021 അത് 17%, 2031 അത് 17 തന്നെ നിൽക്കുന്നു. 51 16 ആകുമെന്ന് പറഞ്ഞു. 16 ഉണ്ടാകുകയായിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ കണക്ക് കണ്ടാൽ അറിയാം. 2011 1.8 കോടി ഹിന്ദുക്കളാണുള്ളതെങ്കിൽ 54%, 26% മുസ്ലിങ്ങളും 18% ക്രിസ്ത്യാനികളുമാണെങ്കിൽ 2014 കണക്കെന്ന് ഞാൻ കരുതുന്നു 41% ഹിന്ദുക്കളും 42% മുസ്ലിങ്ങളും 16 ക്രിസ്ത്യാനിയുമാണ്. ഇനി ഈ വർഷത്തെ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കണക്ക് നമ്മൾ പൊതുവെ വന്ന് കണ്ടത് അതിൽ 47% മുസ്ലിങ്ങളും 39% ഹിന്ദുക്കളും 12% മുഴുവനും ക്രിസ്ത്യാനികളും കൂടെയാണ്. ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ കുറഞ്ഞു വരികയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം സമരം തന്നെ എടുക്കുക. ഈ സമരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ എണ്ണം കുറഞ്ഞു പോയതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന്. അത് പുറത്തു കാണുന്നതാണ്. ഇതേ സമയത്ത് മറ്റ് വിഭാഗങ്ങൾ അവരുടെ കാര്യങ്ങൾ സെക്കൻഡ് വെച്ച് നേടിയെടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഈ എണ്ണം കുറഞ്ഞു പോകുന്നത്
വളരെ രൂക്ഷമായിട്ട് നമ്മുടെ മുഴുവനും ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആളുകളില്ലാതെയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയി. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു മരണം നടന്നൊരു വീട്ടില് ഞാൻ അവരുടെ 7 അവിടെ ചെന്ന അവസരത്തിൽ ഈ മരിച്ചുപോയ വ്യക്തിയുടെ 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും, ഇവര് ദിവസം മുഴുവനും, മരിച്ച വീടാൻ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ദിവസം മുഴുവനും ആ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയ ഈ മക്കളുടെ ജീവിതം എത്ര ദാരുണമാണ് എന്നാണ് ചിന്തിക്കാനായിട്ട് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം നമ്മൾ കുറഞ്ഞുപോയി എന്നുള്ളത് എല്ലാ വിധത്തിലും കുറഞ്ഞുപോയി. നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞുപോയി, നമ്മുടെ വീട്ടിലെ കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞുപോയി, ആളുകൾ ഒറ്റപ്പെട്ടു പോയി. ഇനി തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, ഈ ഒറ്റ മകനായിട്ട് വളരുന്ന മക്കൾ വളർന്നു വരുമ്പോൾ അവൻ ചെറുപ്പം അതിൽ ഒറ്റയ്ക്കുള്ള ആ ഫീലിംഗ് ഉള്ളത് കൊണ്ട് അവന്റെ കൊച്ചിനെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, നമുക്കറിയില്ല ഇഷ്ടംപോലെ കേസുകൾ നമ്മുടെ നാട്ടില് ഈ ലവ് ജിഹാദൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ കഴിവില്ലാതെ, ഒരു കേസ് പോലും കൊടുക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ ആളുകൾ മാറിപ്പോയത് ഈ ചെറുതാകലിന്റെയും സമൂഹം നശിച്ചു പോകുന്നതിന്റെയും അടയാളങ്ങളാണ്. നമുക്ക് നേരെ കൺമുമ്പിൽ ഇതെല്ലാം കാണാം. പിന്നെ നമുക്കറിയാമല്ലോ, ഈ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്, അതുപോലെ ജോലികൾ ഇല്ലാതെ വരുന്നത്. 100 പ്രശ്നങ്ങളാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 100 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി ഇവിടെ ഇല്ല, അപ്പോൾ അവരെങ്ങോട്ടേലും പോകണം. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ എണ്ണം കുറവ്. നമ്മുടെ സർക്കാരുകൾ അത് പുതിയതുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഈ അടുത്തുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേന്ദ്രം, വിശ്രമ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പോയവരൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കി അയാളെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കാനും അപ്പോയിന്റ് ചെയ്യാനൊക്കെ ആളുകളുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം പുറത്തേക്ക് പോകേണ്ട ഗതികേടിലേക്ക് എത്തി. ഇതുമൂലം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ കോട്ടയത്ത് വെച്ച് ഞാൻ ഈയിടെ ഒരു കോളേജ് യൂത്തിന്റെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കണക്കെടുത്തപ്പോൾ, അവിടെ വെറുതെ റാൻഡം കോളേജിൽ നിന്ന് വന്ന യൂത്താണ്. റാൻഡം വന്നതിനകത്ത് 54% പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ്. ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന ഭാവിയിൽ നമ്മുടെ സ്ഥാപനങ്ങളിലോ ഗവൺമെന്റ് ജോലി തരത്തിലോ ഒന്നും ആരും ഉണ്ടാവില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടാകാതെ വരികയാണെങ്കിൽ ഈ ക്രിസ്ത്യ സമൂഹത്തിന്റെ സ്ഥിതി എന്തായിരിക്കും ഭാവിയിൽ? എന്താണ് ഈ സമൂഹവും ഇവിടെ വന്ന് താമസിക്കുന്ന ഈ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളുമായിട്ട് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്? നമുക്ക് പൈസ കിട്ടുന്ന ജോലി ചെയ്യുന്നു, അവർക്കും പൈസ കിട്ടുന്ന ജോലി ചെയ്യുന്നു. നമുക്ക് സമൂഹത്തിൽ സ്വാധീനമില്ല. നമ്മൾ പൊളിറ്റിക്സിന് എക്സിറ്റ് ചെയ്തു, നമ്മൾ എക്കോണമിന്ന് എക്സിറ്റ് ചെയ്തു, എല്ലാം എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം സമ്മർദ്ദമാണ്. അതായത് നമ്മുടെ കുട്ടികളെല്ലാം പുറത്തു പോകണം. അതിനുവേണ്ടി നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മൾ ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന പ്രോത്സാഹിപ്പിക്കാതെ, ഇതിനൊരു ന്യായം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്, പണ്ട് പാലായിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം ഉണ്ടായത് കൊണ്ടാണ് മലബാർ വികസിച്ചതെന്നൊരു ന്യായോടെ പറയുന്നു കേൾക്കാറുണ്ട്. സത്യമാണ്, കോട്ടയം ഭാഗത്ത് നിന്ന് കുടിയേറ്റം മലബാറിലേക്ക് ഉണ്ടായത് കൊണ്ടാണ് മലബാർ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അന്ന് കുടുംബങ്ങളിൽ 10, 12, 14 മക്കളുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പേരാണ് മലബാറിലേക്ക് പോയത്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഇന്നിവിടെ അങ്ങനെ അല്ലല്ലോ. ഇന്ന് നടക്കുന്ന എന്താണ്? ഇവിടെയുള്ള ഒരു കൊച്ച് ഇതും വിട്ടുപറിക്ക് അങ്ങ് പോവുകയാണ്, വേണമെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടുപോവുകയാണ്, അതോടുകൂടി തീർന്നു പോവുകയാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ക്ഷയിച്ചുകൊണ്ട്, ഈ സക്കറിയ സാറിന്റെ കണക്കെന്ന് പറയുന്നത് ഇവിടെ നിന്ന് കണക്കാന്ന് ഞാൻ കരുതുന്നത്. ഈ പുറത്തേക്ക് പോകുന്ന ഇപ്പൊ ഉണ്ടായ ട്രെൻഡ്, ഇംഗ്ലീഷ് IELTS പഠിപ്പിക്കുക, അതിനോട് ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് വിടുന്ന ട്രെൻഡ് അദ്ദേഹം കണ്ടിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഭാവി എന്തെന്ന് ചോദിച്ചാൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മുമ്പിൽ കാണാനായിട്ട് എനിക്ക് കഴിയുന്നത്. വാസ്തവത്തിൽ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നതിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, അത് വിശ്വാസപരമായാലും സാമൂഹ്യപരമായാലും രാഷ്ട്രീയമായാലും സാംസ്കാരികമായാലും എന്തെടുത്താലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ലാതായി തീർന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഞാൻ VC സെബാസ്റ്റ്യൻ സാറിലേക്ക് വരാം. അതിനു മുമ്പ് അച്ഛൻ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അച്ഛാ, ഈ വിഴിഞ്ഞം സമരം, ഒപ്പം തന്നെ ഈ ബഫർ സോൺ
വിഷയം, ഈ റബ്ബർ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ, കുട്ടനാടിലെ ഈ നെൽകർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, ഇതെല്ലാ മതത്തിലുള്ള വിഭാഗക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ പ്രധാനമായും ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വതമായ ഒരു പരിഹാരം കാണാനാകാതെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനന്തമായി ആ പ്രശ്നങ്ങൾ നീളുന്നു. ഇതൊരു യാദൃശികമായി സംഭവിക്കുന്നതാണോ? ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവരുടെ ഒരു ജനസംഖ്യ കുറയുന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പ്, അത് എത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ക്രൈസ്തവ സമുദായത്തിൽ സൃഷ്ടിക്കുമെന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനന്തമായി നീളുന്നത്? പറഞ്ഞത് കറക്റ്റ് ആണ്. ഇത് നമുക്ക് വയനാട്ടിലെ പ്രശ്നം, കുട്ടനാട്, ഇതെല്ലാം മതക്കാരും ഉണ്ടെങ്കിലും മേജർ പാർട്ട് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് എണ്ണമില്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഇന്ന് നല്ല രാഷ്ട്രീയക്കാർ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നല്ല രാഷ്ട്രീയക്കാർ കുറവാണ്, എല്ലാവർക്കും വോട്ടാണ് ആവശ്യം. അതുകൊണ്ടാണ് യൂറോപ്പിലാണെങ്കിൽ പോലും ഈ പെട്ടെന്ന് ഈ മറ്റ് ആളുകൾ പെട്ടെന്ന് അധികാരത്തിലേക്ക് കയറി വരുന്നത്, നമ്മൾ ഈ ബ്രിട്ടനിലെ കാര്യമല്ല റെഫർ ചെയ്യുന്നത്, പെട്ടെന്ന് കയറി വരുന്നത് പല അധികാരങ്ങൾ എത്തുന്നതിന്റെ കാരണം വോട്ടിന്റെ എണ്ണമാണ്. രാഷ്ട്രീയക്കാർക്ക് വോട്ടിന്റെ എണ്ണം മതി, അവർക്ക് അവരുടെ സ്ഥാനം ഉറപ്പിച്ചു തന്നാൽ മതി. പിന്നെ അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ അടുത്ത പ്രാവശ്യം ഇലക്ഷന് എനിക്ക് വോട്ട് കിട്ടണം, അതിനുള്ള ഒരു ചരടുവലിയിലാണ് പൊതുവെ രാഷ്ട്രീയ നേതാക്കന്മാർ. അതുകൊണ്ട് അവർക്ക് മൈനോറിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ യൂണിഫൈ ചെയ്യാതെ ചതറച്ചു നിർത്താനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ന് നമ്മുടേത്, ചതറിച്ചു നിർത്താം. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി അത്രയും ബഹുമാനിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ അവർക്ക് ഇത്രയും ഫോഴ്സ് ഇല്ല എന്നൊരു ചിന്ത എന്തുകൊണ്ടോ രാഷ്ട്രീയക്കാരുടെ തലയിൽ കയറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ കയറി പറ്റിയത് കൊണ്ട് നമുക്ക് ആ ഫോഴ്സ് പ്രയോഗിക്കാനായിട്ട് കഴിയുന്നില്ല, നമുക്ക് അതിനുള്ള ആളുകളില്ല. മാത്രമല്ല ഇവർ ഈ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്കറിയാം ഇതിനകത്ത് ഈ അടുത്ത തലമുറ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒഴിവാകാനുള്ളൊരു ശ്രമത്തിലാണ്. അതുകൊണ്ട് അവർക്ക് ഭാവി ഒരു എന്താണ് അപകടമില്ല എന്ന് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം അടുത്ത ഘട്ടത്തിൽ. ശ്രീ വി സി സെബാസ്റ്റ്യൻ, അച്ഛൻ വളരെ വ്യക്തമായി തന്നെ ക്രൈസ്തവ സമുദായം ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ പറ്റി വളരെ ബ്രീഫായിട്ടോ എന്നാൽ വളരെ കാതലായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ ആന്റണി അച്ഛൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ യുവജനങ്ങളുടെയൊക്കെ ഒരു കുടിയേറ്റം. നാം കേരളത്തിലെ പല ദേവാലയങ്ങളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ പല ദേവാലയങ്ങളിലേക്കും ഒക്കെ നാം എത്തിപ്പെടുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു വൃദ്ധജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി പല മേഖലകളിലും നമ്മുടെ ക്രൈസ്തവ സമുദായം മാറുന്നു. ഇന്ന് ഈ ക്രൈസ്തവ സമുദായത്തിന്റെ എണ്ണം കുറയുന്നതിൽ, ഈ നാട്ടിലുള്ള എണ്ണം കുറയുന്നതിൽ ഈ വിദേശ ജോലി ഭ്രമം അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ഒരു യുവജനങ്ങളുടെയും ക്രൈസ്തവ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു കുടിയേറ്റം വലിയ രീതിയിൽ ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ എന്റെ പങ്കുവയ്ക്കല് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തില് നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ക്രൈസ്തവ സഭയിലെ കേരളത്തിലെ ഈ മൈഗ്രേഷൻ കുടിയേറ്റങ്ങൾ വരുത്തുന്ന വലിയ ഒരു തളർച്ചയെക്കുറിച്ചാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യങ്ങള് ചില വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. ഒന്ന്, കുടിയേറ്റത്തെ ഒരു കാലഘട്ടത്തിലും നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം കേരളത്തിന്റെ ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കുടിയേറ്റത്തിന്റെ കാലഘട്ടങ്ങൾ തന്നെയാണ്. ഭാരതപ്പുഴയ്ക്കും പമ്പാനദിക്കും ഇടയിൽ ഉണ്ടായത് ഒരു ജനവിഭാഗം ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും പോയത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. കേരളത്തിനകത്തുണ്ടായിരുന്ന മൈഗ്രേഷൻ, കുടിയേറ്റം, അത് ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പാലായിൽ നിന്ന് ഒരു കുടുംബത്തിലെ 3, 4, 5 പേരായിരിക്കും മലബാറിലേക്ക് പോയിരുന്നത്. പക്ഷേ ആ പോക്ക്, ആ മൈഗ്രേഷൻ സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരു മൈഗ്രേഷൻ ആയിരുന്നു. രണ്ടാമത് വന്നിരിക്കുന്ന മൈഗ്രേഷൻ പറഞ്ഞാൽ നാഷണൽ രാജ്യതലത്തിലുള്ള മൈഗ്രേഷനാണ്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ ആൾക്കാരുടെ തൊഴിൽ തേടിയും പഠനത്തിനുമായിട്ടുള്ള കുടിയേറ്റങ്ങള്. മൂന്നാമത് വന്നിരിക്കുന്നത് 1970-കളിൽ തന്നെ നടന്നിട്ടുള്ള മൈഗ്രേഷൻസ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യാസിനിമാരുടെയും ഒക്കെ
സഹായത്തോടെ നമ്മുടെ കഴിഞ്ഞ ഒരു തലമുറ നടത്തിയ മൈഗ്രേഷനാണ്. അതിനുശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ സഹോദരിമാര് നഴ്സുമാരായിട്ടും മറ്റ് വിവിധ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലയിലുള്ള മൈഗ്രേഷൻ ഉണ്ടായി. അതിനുശേഷം വന്നിരിക്കുന്ന വലിയൊരു മൈഗ്രേഷന്റെ മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിന്ന് ഈ ഡിബേറ്റിൽ നമ്മൾ പങ്കുചേരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ മൈഗ്രേഷനിൽ നിന്ന് നമുക്ക് തിരിച്ചു വരുന്ന ജനവിഭാഗത്തെയാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മൈഗ്രേഷനിൽ നമുക്ക് തിരിച്ചു വരാത്ത ഒരു മൈഗ്രേഷൻ ആണെന്നുള്ളതാണ് കേരള സഭയെ ഭയപ്പെടുത്തുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ കാര്യം. കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക് വന്നിരിക്കുന്ന ആനുകാലികമായിട്ടുള്ള മൈഗ്രേഷൻസ്, അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിലൂടെ കേരളത്തിലെ സഭ കാണാതെ മൈഗ്രേഷൻ പാടില്ല എന്നും മൈഗ്രേഷൻ അപകടമാണെന്നും നടത്തുന്ന പ്രചരണങ്ങൾ തെറ്റാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആഗോള തലത്തിലേക്ക് കേരള സഭ വളരുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ മാറ്റിയെടുക്കണം. മൈഗ്രേഷൻ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം മൈഗ്രേഷന് വേണ്ടിയുള്ള കാരണങ്ങൾ വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള കാരണങ്ങളാണ്. സർക്കാർ ജോലികളിലേക്കെല്ലാം കുട്ടികൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ലെന്നുള്ളത് കേരളത്തിലെ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ നാടിന്റെ വ്യവസായങ്ങൾ കുറഞ്ഞു, വിദ്യാഭ്യാസ മേഖല തന്നെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ ഈ മണ്ണിൽ ജീവിക്കും? ഞങ്ങളെപ്പോലുള്ള മാതാപിതാക്കളുടെ ആദ്യം ഇത് തന്നെയാണ്. ഒരു നിമിഷം ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, ഒറ്റ നിമിഷം. അങ്ങ് പറഞ്ഞ വളരെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മൈഗ്രേഷനിലുണ്ട്. എന്നാൽ ചില ആശങ്കകൾ, 1-2 ആശങ്കകൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ മൈഗ്രേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, ഒപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന തകർച്ചകൾ, ജോലിയില്ലാത്ത അവസ്ഥ, അതൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന കുടുംബങ്ങൾ പലരും അവരുടെ നാട്ടിലെ ഭൂസ്വത്തുകൾ അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തുകളൊക്കെ വിറ്റുപറക്കി അത് പലപ്പോഴും മറ്റ് സമുദായങ്ങളുടെ കൈകളിലേക്കൊക്കെ എത്തുന്നു. അതായത് ഇവിടുത്തെ ഒരു അസ്തിത്വം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു മൈഗ്രേഷൻ, അതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ശ്രീ വി. സെബാസ്റ്റ്യൻ? ഇല്ല ജോജി, അത് ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. നമ്മള് ഈ നാട്ടിൽ ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നാടുമടുത്തു എന്ന് പറഞ്ഞാണ് നമ്മുടെ പിള്ളേർ പോകുന്നത്, കുട്ടികൾ പോകുന്നത്. നമ്മുടെ സഭയുടെ മാത്രം ആംഗിളിൽ നിന്ന് മാത്രം ചിന്തിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളുടെ ആംഗിളിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മളിവിടെ സംഘടിത രൂപത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതിന്റെ ആംഗിളാണ് ചിന്തിക്കുന്നത്. നമ്മുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാർഗൈനിങ് കപ്പാസിറ്റി തീരുന്നല്ലോ എന്നുള്ള ചിന്തയിലാണ് പലരും ചിന്തിക്കുന്നത്. ഗവൺമെന്റിനുള്ള പങ്കാളിത്തവും രാഷ്ട്രീയ പങ്കാളിത്തവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്തയിലാണ് നമ്മളിത് ചിന്തിക്കുന്നത്. പക്ഷെ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഒരു ചിന്ത നമുക്ക് വേണം. ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ പോകുന്നു, തിരിച്ചു വരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും പുറത്തോട്ട് പോകുന്ന കുട്ടികളെ സഭാ സംവിധാനത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവരെ ഈ കേരളത്തിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തിൽ രൂഢമൂലമാക്കി നിർത്തുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? അതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇനിയുള്ള സമയത്ത് പ്രസക്തമായി ചിന്തിക്കേണ്ട കാര്യം. സ്ഥാപനങ്ങള് നിന്നുപോകും, സ്ഥാപനങ്ങളിൽ നമ്മുടെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്നൊക്കെ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. ശരിയാണ്, എൻ്റെ അതിന് കൃത്യമായ കണക്കുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഡ്മിഷനിൽ വന്നിരിക്കുന്ന വലിയ ഷോർട്ടേജ്, മറ്റ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും എല്ലാം ഉള്ള കണക്കുണ്ട്. 2900 സിസ്റ്റം സീറ്റുകൾ കേരള യൂണിവേഴ്സിറ്റിയില് ഡിഗ്രി തലത്തിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം മൈഗ്രേഷന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, സ്ഥാപനങ്ങൾ നടത്താനും പൊളിറ്റിക്കൽ ബാർഗൈനും വേണ്ടി ഒരു തലമുറയെ നമ്മളിവിടെ പിടിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇനി ഞാൻ മറുപക്ഷം കൂടി ഒന്ന് ചോദിക്കട്ടെ ജോജി. നമുക്ക് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്, ശരിയാണ്. അത് ചരിത്രത്തിന്റെ ഭാഗം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും അതുപോലുള്ള നവോത്ഥാന നായകര് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പങ്കുവെച്ച വലിയ ചരിത്രം നമുക്കുണ്ട്, ശരിയാണ്. വലിയ സേവനത്തിന്റെ ചിത്രം നമ്മുടെ കയ്യിലുണ്ട്, ശരിയാണ്. പക്ഷെങ്കില് ഞാൻ ഉള്ളു തുറന്ന് ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നവർ ചോദിക്കട്ടെ, ഹൃദയം തുറന്ന് ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്ഥാപനങ്ങളുടെ എന്ത് ഇവാഞ്ചലൈസേഷൻ പ്രോസസ് നമ്മൾ നടത്തുന്നുണ്ട്, എന്ത് സുവിശേഷവൽക്കരണം നടത്തുന്നുണ്ട്,
സ്ഥാപനങ്ങളിലൂടെ കിട്ടേണ്ട ഔട്ട്പുട്ട്, അത് നൽകേണ്ട കടമ എത്രമാത്രം നിർവഹിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു തലമുറ പലായനം ചെയ്യാൻ നിർബന്ധിതരായിട്ട് മാറിയിരിക്കുകയാണ്. സഭയിൽ തന്നെയുള്ള ചില വിഷയങ്ങളും ഇതിനൊക്കെ കാരണങ്ങളാണ്. ഒരു സമാധാനമുണ്ടോ നമ്മുടെ മേഖലകളിൽ? ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ തന്നെ പല തട്ടുകളായിട്ട് നിൽക്കുകയല്ലേ? ഇതെല്ലാം കാണുന്ന ഒരു യുവ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചും നമ്മൾ ബോധപൂർവമായിട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാതെ നമ്മൾ മൈഗ്രേഷൻ പാടില്ല എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നവരെ സഭാ സംവിധാനങ്ങളിൽ ചേർത്ത് പിടിക്കുവാനുള്ള മെഷീനറി ഇനി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഓക്കെ ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. മൈഗ്രേഷൻ പാടില്ല എന്നൊരു നിലപാടില്ല, പക്ഷേ ആ മൈഗ്രേഷന്റെ പോസിറ്റീവ് വശങ്ങളുണ്ട്. പക്ഷേ മൈഗ്രേഷൻ ഈ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതാണ് ആശങ്ക ജനിപ്പിക്കുന്നത്. ശ്രീ വി സി സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഈ യുവതലമുറയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഭാവി പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു സമുദായം ഒരു പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെലുത്തേണ്ട സ്വാധീനം, ഒപ്പം തന്നെ അവരുടെ നിലനിൽപ്പും അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഒപ്പം ശ്രീ വി സി സെബാസ്റ്റ്യൻ പങ്കുവച്ച ആശങ്കകൾ, യുവതലമുറകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ആശങ്കകൾക്കും പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീ വി സി സെബാസ്റ്റ്യൻ. ശ്രീ അമൽ ശ്രീക്, പ്രത്യേകിച്ച് അങ്ങ് ഈ ക്രൈസ്തവ സമുദായം ഈ സർക്കാർ മേഖലകളിൽ, പ്രത്യേകിച്ച് സർക്കാർ ജോലി മേഖലകളിൽ അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായി തന്നെ ഒരു പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അങ്ങ്. ഒരു വർഷങ്ങൾക്ക് അപ്പുറം നാം ചിന്തിച്ചു കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവരുടെ ഒരു പ്രാതിനിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. ഏത് സർക്കാർ സ്ഥാപനം എടുത്തു നോക്കിയാലും ക്രൈസ്തവരുടെ പ്രാതിനിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് IPS തലങ്ങളിൽ, IAS പോലുള്ള തലങ്ങളിലൊക്കെ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോൾ ഈ ഓഫീസുകളിലൊക്കെ, സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം വളരെയധികം കുറഞ്ഞു വരുന്നു. ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ്? പ്രത്യേകിച്ച് ഒരു സംവരണം, അത് ക്രൈസ്തവർക്ക് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ദുരവസ്ഥയ്ക്കുള്ള ഉത്തരവാദികൾ ആരെല്ലാമാണ് ശ്രീ അമൽ ശ്രീക്? പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തെ പറയുന്നതിന് മുമ്പായിട്ട് ഈ വിഷയത്തിന് കാരണമായിട്ടുള്ള ഈ ജനസംഖ്യാ വിഷയത്തിൽ ഒരല്പം ഒരു തെളിവോടുകൂടെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. അതായത് ആദ്യമേ തന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ, അതായത് അച്ഛൻ ഒരു കാര്യം കോട്ട് ചെയ്തായിരുന്നു, ഒരു പാഴ്സി സിൻഡ്രോം എന്നൊരു കാര്യം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ വന്നതായിട്ട് കോട്ട് ചെയ്തായിരുന്നു. ഒരു KC സെക്രട്ടറി റിപ്പോർട്ട് ഉണ്ടെന്നൊരു അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ റിപ്പോർട്ട് തന്നെ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയാണ്. ആ റിപ്പോർട്ട് 2001 നവംബറിൽ ഇറങ്ങിയതാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആ ഒരു റിപ്പോർട്ട്, KC സെക്രട്ടറി പുറത്തിറക്കിയ റിപ്പോർട്ട് 2001 നവംബർ മാസം ഇറങ്ങിയത്. അതായത് ഇന്നേക്ക് 21 വർഷം മുൻപായിട്ട് ഇറങ്ങിയ ഈ റിപ്പോർട്ടിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് കേരള ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക് ട്രാൻസിഷൻ ഇൻ ദ 20th സെഞ്ചുറി എന്നാണ് ആ റിപ്പോർട്ട് തന്നെ. ആ റിപ്പോർട്ടിനകത്തെ ആ പ്രസ്തുത വാക്യങ്ങൾ ഞാനിത് വായിക്കുകയാണ്. The rate of growth of the Christian population was higher than that of the non-Christian population in every decade until about 1961. അതായത് 1961 മുമ്പായിട്ട് എല്ലാ പതിറ്റാണ്ടുകളിലും കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യാ നിരക്ക് അല്ലെങ്കിൽ ജനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനസംഖ്യാ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങളെക്കാളും ഉന്നതിയിലായിരുന്നു. ബട്ട് ആഫ്റ്റർ 1971 the Christian grow at a rate lower than the average for other communities. മറ്റ് കമ്മ്യൂണിറ്റിയുടെ ആവറേജിനേക്കാളും താന്നു പോയി 1971 ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശേഷം പറയുകയാണ്, there is a very strong possibility that the Syrian Christian community would enter the ZPG, zero population growth, or NPG, negative population growth, within a matter of a decade or two. With very low fertility and inbreeding habits, the Syrian Christians could experience the Parsi syndrome. വ്യക്തമായി അദ്ദേഹം പറയുവാണ്, 21 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെക്കുവാണ്, സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഡെക്കേഡ് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ 2 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ഈ സമുദായം നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് 21 വർഷം മുമ്പ് അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ് അതിനകത്തെ ഒരു വസ്തുത.
ഇവിടെ നമ്മുടെ സഭയോ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതാക്കളോ അല്ലെങ്കിൽ അൽമായ സമൂഹമോ ഈ കാര്യം ശ്രദ്ധിച്ചില്ല, ഒന്നും കൂസാക്കാതെ പോയതിന് അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുള്ളതാണ്. അതായത് അച്ഛൻ നേരത്തെ സെൻസസ് റിപ്പോർട്ടിന്റെ കാര്യം കൂടെ പറഞ്ഞു, അതും കൂടെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. സെൻസസ് പ്രകാരം 2011 സെൻസസിലെ ഇന്ത്യയിലെ തന്നെ സെൻസസില് 2011 സെൻസസില് ഇന്ത്യൻ ജനസംഖ്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാ നിരക്ക് വെറും 2.3%. 1952 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ആ ഒരു കണക്കെടുപ്പിൽ 1952 നടത്തിയ ഒരു കണക്കെടുപ്പിന്റെ അകത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ള പോപ്പുലേഷൻ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.3 തന്നെയാണ്. അതായത് 1952-ലും 2011-ലും ഇന്ത്യയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ നിരക്ക് 2.3% തന്നെയാണ്. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി 2011 കേരളത്തിലെ ജനസംഖ്യയിൽ നമ്മൾ വെറും 61,41,269 പേരായിട്ടാണ് കണക്ക് കാണിക്കുന്നത്. സെൻസസ് റിപ്പോർട്ട് പ്രകാരം 18.38% ഉള്ളൂ. ഇന്ന് നമ്മുടെ ജനസംഖ്യാ നിരക്ക് വളരെ കുത്തനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിനകത്ത് മറ്റൊരു വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. 2001 സെൻസസ് റിപ്പോർട്ടും 2011 സെൻസസ് റിപ്പോർട്ടും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തണം. ആ താരതമ്യപ്പെടുത്തുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. 2001 കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,57,427 പേരായിരുന്നു. എന്നാൽ 2011 ആയപ്പം 61,41,269 പേരായിട്ട് ഉയർന്നു. അതായത് ആകെയുള്ള വർധനവ് വെറും 83,842 പേരുടെ വർധനവാണ് 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ ക്രിസ്ത്യൻ വർധനവ്. അതേസമയം നമ്മുടെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ കണക്കിതാണ്. 2001 78,63,842 പേര് ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം 2011 സെൻസസ് പ്രകാരം 88,73,472 ആയിട്ട് വളർന്നു. അതായത് 10 വർഷം കൊണ്ട് മുസ്ലിം സമുദായം 10,09,630 പേരായിട്ട് വർദ്ധിച്ചപ്പോൾ ക്രൈസ്തവ സമുദായം വെറും 83,842 പേരായിട്ടാണ് വർധനവ് രേഖപ്പെടുത്തിയത്. ഇനി മറ്റൊരു കണക്കിലേക്ക് ഞാൻ വരികയാണ്. അതായത് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ ജനസംഖ്യയുടെ ഒരു പ്രധാന ഇന്നത്തെ ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ജനന നിരക്ക്. കേരളത്തിലെ ജനനനിരക്ക് നിലവില് 2020 അവസാനമായിട്ട് ഇറങ്ങിയ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റ്സ് റിപ്പോർട്ട്, കേരള സർക്കാരിന്റെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനന നിരക്ക് വെറും 13.93%. അതായത് 2020 കേരളത്തിൽ ആകെ ജനിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികൾ 62,265 പേരാണ്. അതേസമയം നമ്മുടെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിൽ 2020 ജനിച്ചിരിക്കുന്ന കുട്ടികൾ 1,96,138 പേരാണ്. അതായത് ഏകദേശം 43.89% അവിടെ ഉണ്ടായിരിക്കുന്ന ജനന നിരക്ക്. അതായത് മുൻ വർഷത്തെ ഈ ജനന നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കൊന്ന് പറയാം. ഇപ്പോൾ ഈ 2020 13%, ഫെർട്ടിലിറ്റി റേറ്റ് 13%. മുൻപത്തെ ഒരു കണക്ക് എന്തായിരുന്നു? 2020 13.9% കേരളത്തിലെ ക്രൈസ്തവ ജനനനിരക്ക്. 2019 14.29, 2018 14.3, 2017 14.96, 2016 15.3, 2015 15.4, 2014 15.6, 2013 15.78. അതായത് 15% നമ്മൾ 14 കുറഞ്ഞു. അതിനുശേഷം 2020 എത്തിയപ്പോൾ 13.9% നമ്മൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് തീവ്രമായിട്ടാണ് നമ്മൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനന നിരക്കിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു 13% നമ്മുടെ 2020 ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരമുള്ള ജനനനിരക്ക്. അതേസമയം മരണനിരക്ക് നമ്മുടെ 20% അടുത്താണ്. കേരളത്തിലെ 2020 മരിച്ച ആളുകളുടെ എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് മൊത്തം മരിച്ച ആളുകൾ ഏകദേശം 50,337 പേര് മരിച്ചപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് മരിച്ചിരിക്കുന്നത് 48,815 പേരാണ്. അത് ഏകദേശം മരണനിരക്ക് ഒരേ റേറ്റിലാണ് പോകുന്നത്. 20% അടുത്തായിട്ടാണ് നമ്മുടെ മരണനിരക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ മരണനിരക്ക് 20% അടുത്തായിട്ടാണ്. പക്ഷെ ജനനിരക്ക് അവരത് 43.89, നമ്മുടെ മരണനിരക്ക് 20%. അതേസമയം ജനനിരക്കാണെങ്കിൽ 13.93%. വളരെ ഭയഞ്ചലിപ്പിക്കുന്ന കണക്കാണ്. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കണം. അതായത് ഇതിന്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഈ റിപ്പോർട്ട് ആനുവൽ വൈറ്റ്
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റിപ്പോർട്ടിനകത്ത് തന്നെ മറ്റൊരു കണക്കുണ്ട്. അതായത് കണക്ക് ഇപ്രകാരമാണ്: ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്തെ അമ്മമാരുടെ പ്രായം തിരിച്ച് ഉണ്ടായ കുട്ടികളുടെ എണ്ണം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ പ്രകാരം, അതായത് മെഡിക്കൽ ഒരു ശാസ്ത്ര മേഖലയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 25 വയസ്സിന് മുൻപാണ് ഒരു പെൺകുട്ടി ആദ്യ ഗർഭധാരണം നടത്താനുള്ള അനുയോജ്യമായ പ്രായം എന്ന് പറയുന്നുണ്ട്. ആ ഒരു കണക്ക് പ്രകാരം അതിനെ ശരിവെക്കുന്നതാണ് നമ്മുടെ ഈ നോർമൽ ഡെലിവറി റേറ്റും സിസേറിയൻ ഡെലിവറി റേറ്റിന്റെയും ആ ഏജ് കണക്ക്. അത് രണ്ടും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻ സമുദായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്, എങ്ങനെയാണ് നമ്മുടെ പോക്ക് എന്നുള്ളത് ഞാനിന്ന് ശ്രദ്ധപ്പെടുത്തുകയാണ്. അതായത് 2020 25 വയസ്സിന് താഴെ കുട്ടികൾ ഉണ്ടായത് ഏകദേശം ക്രിസ്ത്യൻ സമുദായത്തിലെ 8919 കുട്ടികളാണ് 25 വയസ്സിന് താഴെയുള്ള അമ്മമാർക്ക് ഉണ്ടായിരിക്കുന്ന കുട്ടികൾ. 8919, അതായത് 29.32% ആണ് ആ മൊത്തം ക്രിസ്ത്യാനികളുടെ ആ കണക്കിനകത്തുള്ളത്. ഇനി 25 വയസ്സിന് മേളിലോട്ടുള്ള അമ്മമാർക്കുണ്ടായ കുട്ടികളുടെ എണ്ണം 21,499 എണ്ണമാണ്. അതായത് ഏകദേശം 70.68% കുട്ടികൾ ഉണ്ടായിരിക്കുന്നത് 25 വയസ്സിന് ശേഷമുള്ള അമ്മമാർക്കാണ്. അതേസമയം മുസ്ലിം സമുദായത്തെ, മറ്റു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും കമ്പയർ ചെയ്യുവാണെങ്കിൽ 25 വയസ്സിന് താഴെ 59,435 കുട്ടികളാണ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായത്. അതായത് ഏകദേശം 79.64% അവരുടെ കുട്ടികൾ ഉണ്ടായിരിക്കുന്നത് 25 വയസ്സിന് താഴെയുള്ള അമ്മമാർക്കാണ്. ആദ്യത്തെ കുട്ടിയുടെ കണക്കാട്ടോ, ഫസ്റ്റ് കുട്ടിയുടെ കണക്കാണ്, ഫസ്റ്റ് ചൈൽഡ് ബോൺ. ഇനി 25 വയസ്സിന് ശേഷം ഉണ്ടായത് 15,199, അതായത് ഏകദേശം 20.36% കുട്ടികൾ മാത്രമാണ് അവരുടെ സമുദായത്തിൽ ആദ്യത്തെ കുട്ടിയായിട്ട് 25 വയസ്സിന് മേലോട്ടുള്ള അമ്മമാർക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കണക്കിന്റെ അപകടം എവിടെയാണ് എന്നുള്ളത് ഞാൻ ഒരു കണക്കും കൂടെ കാണിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതായത് നോർമൽ ഡെലിവറി റേറ്റും സിസേറിയൻ ഡെലിവറി റേറ്റിന്റെ ഒരു കണക്ക് ഈ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ നോർമൽ ഡെലിവറി റേറ്റിന്റെ കണക്കില് 25 വയസ്സിന് താഴെ ഉണ്ടായ അമ്മമാർക്ക് നോർമൽ ഡെലിവറി റേറ്റ് നിരക്ക് വന്നിരിക്കുന്നത് 40.35%, സിസേറിയൻ നിരക്ക് വന്നിരിക്കുന്നത് 28.94%. അതായത് 25 വയസ്സിന് താഴെ ഉണ്ടായ, അതായത് വയസ്സിന് താഴെയുള്ള അമ്മമാർക്ക് നോർമൽ ഡെലിവറി റേറ്റിന്റെ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. 40.35% ഉണ്ട് അതായത് നടന്നത് കേട്ടോ. 28.94% സിസേറിയൻ നടന്നത്. അതേസമയം 25 വയസ്സിന് ശേഷം നടന്നിരിക്കുന്ന ഡെലിവറിയിൽ നോർമൽ ഡെലിവറി 54.90%, സിസേറിയൻ 41.98%. അതായത് നമ്മുടെ സമുദായം തന്നെയാണ് ഈ നമ്മുടെ ജനസംഖ്യ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും അശ്രദ്ധ പുലർത്തുന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ തന്നെ സിസേറിയൻ നിരക്കിലേക്ക് നമ്മുടെ സമുദായത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമൽ ഡെലിവറി റേറ്റ് എന്ന രീതിയിലേക്കുള്ളൊരു സാധ്യത നമ്മുടെ സമുദായം തന്നെ നമ്മുടെ ആളുകളിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ ഏറ്റവും കൂടുതലും കുട്ടികൾ ജനിക്കുന്നത് 25 വയസ്സിന് ശേഷം എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആ 25 വയസ്സിന് ശേഷമാണ് സിസേറിയൻ നിരക്ക് 41.98% ഉയർന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്കാരെല്ലാം സിസേറിയൻ എന്ന രീതിയിലേക്ക് തലവെച്ച് കൊടുക്കുകയും ഈ സിസേറിയൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാരൊന്നും തന്നെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം കൊടുക്കാനായിട്ട് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ തന്നെ വലിയ രൂപത്തിലേക്കാണ് നമ്മൾ ഈ കുട്ടികളുടെ എണ്ണത്തിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റു ഗൈനിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ 25 വയസ്സിന് ശേഷം കാണുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് അടക്കുകയാണ്. അതായത് നിലവിൽ നമ്മുടെ സംവരണ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളെല്ലാം നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. അതേസമയം കഴിഞ്ഞ കാലം വരെ ഈ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയിട്ട് ഒരു സമുദായത്തിന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും സംവരണ ആനുകൂല്യം ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തെന്നുള്ളത് കൃത്യവും വ്യക്തവുമായിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കിയതാണ്. കാര്യം ഓരോ വർഷവും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് 100 കോടി രൂപ വെച്ച് ബഡ്ജറ്റ് വിഹിതം വന്ന സമയത്തും കേരളത്തിലെ ക്രൈസ്തവർക്ക് അത് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളത് 80:20% നിരക്കിന്റെ കണക്കിലും മറ്റുമായിട്ട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷക്കാലം അത്രയും ഈ 100 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് വരുമ്പം 10% പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇത് എത്തുന്നില്ലായിരുന്നു. ക്രൈസ്തവർക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ലായിരുന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായതാണ്. മാത്രമല്ല ഇന്ന് നമുക്കറിയാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൊക്കെയാണെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ പങ്കാളിത്തം കൃത്യമായിട്ടില്ല, ക്രിസ്ത്യാനി കൃത്യമായിട്ട് ആനുകൂല്യം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ടില്ല. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇനി മാത്രമല്ല സംവരണം നമുക്കറിയാം. മാപ്പിള വിഷയമൊക്കെ കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ വന്നിരുന്നതാണ്. അതായത് മാപ്പിളയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പെടുന്നതാണ്. എന്നാൽ പോലും അവരെയൊന്നും പരിഗണിക്കാതെ ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് കേരളത്തിലെ സംവരണം പോകുന്ന രീതിയിലേക്ക് മാപ്പിള ഓർ മുസ്ലിം എന്ന് മാറി പിന്നീട് മുസ്ലിം ബ്രേക്കിൽ ഓൾ സെക്ഷൻസ് ഫോളോ ഇസ്ലാം എന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ വായിക്കുകയാണ്. അതായത് കൃത്യമായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് ഈ സംവരണ കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ നിലനിന്നിരുന്നു. ഇന്ന് EW സംവരണം വരുന്നു. അതിനകത്തൊരു ചെറിയൊരു പങ്കാളിത്തം
മാത്രമാണ് ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് കിട്ടുന്നത്. അപ്പം ഈ ഒരു മേഖലയിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയിട്ട് ഒരു സമുദായത്തെ വളർത്തേണ്ടതായിട്ട് സർക്കാർ സംവിധാനത്തിൽ വരുന്ന കാര്യങ്ങൾ പോലും ഈ സമുദായത്തിന് നിഷേധിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ കഴിഞ്ഞ കാലം അത്രയും ഇന്നും. അതിനെ കൃത്യവും വ്യക്തവുമായിട്ട് ഒരു മാറ്റം വന്നേ പറ്റൂ. കാരണം പാഴ്സി സിൻഡ്രോം എന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യ സമരത്തെ സമയ കാലഘട്ടങ്ങളെക്കാളും പിന്നീട് പാഴ്സികളുടെ എണ്ണം തീരെ കുറഞ്ഞുപോയി. ആ 1/3 കുറഞ്ഞു പോയതിനെ സർക്കാർ പിടിച്ചുയർത്താനായിട്ട് പാഴ്സികൾക്ക് വേണ്ടി ജിയോ പാഴ്സി എന്ന് പറയുന്ന ഒരു സ്കീം വരെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ഇതേപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനും സ്കീമുകളും മറ്റു കാര്യങ്ങളുമായിട്ടും മാത്രമല്ല ഉള്ള ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് കിട്ടാനുള്ള സംവിധാനം വന്ന് ഈ സമുദായത്തിന് വളർച്ചയ്ക്ക് സഹായകരമാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ, വളരെ കൃത്യവും വ്യക്തവുമായി തന്നെ, അതോടൊപ്പം തന്നെ ആശങ്ക ജനിപ്പിക്കുന്ന കണക്കുകൾ ശ്രീ അമൽ ശ്രീ അവതരിപ്പിച്ചു. ഫാദർ ആന്റണി തലക്കടവിൽ, നമുക്ക് അറിയാവുന്നതുപോലെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിലെയൊക്കെ ഒരു ബിസിനസ് മേഖല ഒക്കെ നോക്കുമ്പോൾ വളരെയധികം പ്രബലമായിരുന്നു ക്രൈസ്തവ സമുദായം, പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിലൊക്കെ. എന്നാൽ ഇന്ന് പലരും ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ്, ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ വർഷങ്ങളുടെ ഒരു പാരമ്പര്യമായി കിട്ടിയ ബിസിനസ് സ്വത്തുക്കൾ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ ആളില്ല. കാരണം അവരുടെ മക്കളൊക്കെ ഒന്നെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അവിടങ്ങളിലാണ്, തിരിച്ചു വരാൻ അവർ കൂട്ടാക്കുന്നില്ല, അവിടെ തന്നെ സെറ്റിലായി പോകുന്നു. അത്തരത്തിൽ ഒരു ബിസിനസ് മേഖല, ക്രൈസ്തവരുടെ ബിസിനസ് മേഖല വളരെയധികം ആശങ്കയിലാകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഈ മതപരമായ കാര്യങ്ങൾ ഈ ബിസിനസ് മേഖലയിലേക്ക് കൂട്ടിച്ചേർത്ത്, പ്രത്യേകിച്ച് ഈ ഹലാൽ പോലുള്ള വിഷയങ്ങൾ, അങ്ങ് അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. ഈ ഹലാൽ വൽക്കരണം, ഒപ്പം തന്നെ ഈ നിലവിലുള്ള ബിസിനസ്സുകാരുടെ മക്കൾ പലരും വിദേശത്ത് പോകുന്നു. ഈ രണ്ട് വിഷയങ്ങൾ കാരണം കേരളത്തിലെ ക്രൈസ്തവർ ബിസിനസ് മേഖലയിൽ പുറകോട്ട് പോകുന്നില്ലേ ഫാദർ ആന്റണി തറക്കടവിൽ? തീർച്ചയായിട്ടും പുറകോട്ട് പോകുന്നുണ്ട്. അവർ പുറകോട്ടേക്ക് പുഷ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 വർഷം മുമ്പ് വെറുതെ ഗോൾഡ് എന്ന് ആലോചിക്കുക. ഗോൾഡ് ആരുടെ ഒരു വാസ്തവത്തിൽ ഒരു മൊണോപ്പൊളി ആയിരുന്നു ബിസിനസ്. ഇപ്പോൾ അത് ആരുടെയാണ്? വെറുതെ നമ്മൾ ഈ ഷോപ്പുകളുടെ പരസ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നോക്കിയാൽ മതി. എല്ലാ ബിസിനസ്സും, ഞാനിപ്പോൾ മലബാറുകാരനാണ്, മലബാർ കാസർഗോഡ് മുതൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്നത് വരെ നോക്കിയാൽ ബിസിനസ് എവിടേക്ക് പോയി? അവിടുന്ന് താഴേക്ക് പോയാലും സൗത്തിലേക്ക് പോയാലും, ഞാൻ കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുടയിൽ ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഒരാൾ പറയായിരുന്നു, നമ്മൾ എടപ്പള്ളി മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇപ്പൊ ഹോട്ടൽ മേഖലയെല്ലാം തന്നെ കൈയടക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ ബിസിനസ്സിന് വേണ്ടി അവര് പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു വാസ്തവത്തിൽ ഹലാൽ, അല്ലെങ്കിൽ തന്ത്രമാണ് ഹലാൽ. കാരണം അവരുടെ നിർദ്ദേശം അനുസരിച്ച്, അവരുടെ വേദം അനുസരിച്ച് അവരുടെ ആളുകൾക്ക് ഹലാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും നാളുമൊന്നും ആർക്കും വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മതത്തിലേക്ക് പ്രയോഗിച്ചു, അത് ബിസിനസ്സിനായിട്ട് പ്രയോഗിച്ചതോടുകൂടി അവരുടെ ആളുകൾ മുഴുവനും അവരുടെ ബിസിനസ്സിലേക്ക്, അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറുകയും, അതേ സമയത്ത് ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ലാത്ത നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് ഇന്നും ഒരു 50, 60, 70% ഇന്നും കേരളത്തിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് ഒരു വിവരവും ഇല്ല. അവരിങ്ങനെ പതിവ് പോലെയൊക്കെ ജീവിച്ചു പോകുന്നു. ഇപ്പോൾ അമൽ പറഞ്ഞ കണക്കുകൾ തന്നെ എത്ര പേർക്കറിയാം? വാസ്തവത്തിൽ ഞാനത് കേൾക്കാൻ കാത്തിരുന്ന ഒരു കണക്കാണ്. അത് വളരെ ഉപകാരപ്രദമാണ്. അമൽ പറഞ്ഞ കാര്യങ്ങൾ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു കൺസേണും ഇല്ലാത്ത ഒരു ജീവിതമാണ്. നമ്മൾ സാധാരണ പോയി എളുപ്പമുള്ളതാണ്, ഏറ്റവും ലാഭം ഏതാണെന്ന് മേടിക്കുന്നു, ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതെന്ന്, അതനുസരിച്ച് അവർ ബിസിനസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു വന്നപ്പോ ഓട്ടോമാറ്റിക്കലി കച്ചവടം നിന്നുപോയി. ഞാൻ ചിലപ്പോൾ ക്ലാസ്സുകൾ പറയാനുള്ള ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, നമുക്കറിയാം ഈ ഹലാല് പലപ്പോഴും നാം പ്രത്യക്ഷത്തിൽ കാണുന്നത് ഈ ഹലാൽ ഹോട്ടൽ അല്ലെങ്കിൽ ഹലാൽ ഭക്ഷണം എന്നൊക്കെയാണ്. നേരത്തെ അങ്ങ് ഈ ഗോൾഡ് ബിസിനസിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു, അതിലും ഈ ഹലാലൊക്കെ കടന്നുകൂടിയിട്ടുണ്ടോ? ഹലാൽ ബിസിനസ് മാർക്കറ്റിൽ വരുന്നതോടുകൂടി എല്ലാം ഹലാലാകുകയാണ്. നമുക്കിപ്പോ ഈ കടയിൽ നിന്നാണ് മേടിക്കേണ്ടത്. ഈയിടെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു കമ്മ്യൂണിറ്റി ഹാള്, അത് RSSകാരൻ്റെതായതുകൊണ്ട് അവിടെ ആരും കയറാൻ പാടില്ല, അത് ബഹുദൈവ വിശ്വാസം അർഹിക്കുന്ന ആളുകളാണ് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു സാധനം വാട്സാപ്പിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു നോട്ടീസ്.
അല്ലെങ്കിൽ നേരത്തെ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, കാസർഗോഡ് ഇന്ന ആളുടെ ഷോപ്പ് അത് നമ്മുടെ ആളുടെ അല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും അവരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഹലാൽ എന്ന് പറയുന്ന ഹോട്ടലുകളോ അല്ലെങ്കിൽ ഹലാൽ എഴുതി വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സോ ഹലാൽ സാധനങ്ങളോ മാത്രമല്ല, അവർ ടോട്ടലായിട്ടും അവരുടെ ആളുകളുടെ ബിസിനസ്സിലേക്ക് ഓറിയന്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലിപ്പോ എത്ര അവിടെ 47% കണക്ക് പറഞ്ഞെങ്കിൽ ഈ 47% ബിസിനസ് ടോട്ടലി അവരുടെ കയ്യിലാണ്. പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ 53% ആണെങ്കിൽ ഈ 53% ആണ് പിന്നെ 3 ഡിവൈഡ് ചെയ്ത് പോകാൻ പോണത്. 53% പിന്നെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമായി ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അവരുടെ കച്ചവടം എത്രയാകുമെന്ന് ആലോചിക്കുക. ഒരു 15% ആണ് എടുക്കുക, അല്ലെ 16% എടുക്കുന്നതെങ്കിൽ 47ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ അവരുടെ ബിസിനസ് 60% മുകളിലും മറ്റവരുടേത് 10-15% ആവും. അപ്പൊ ഈ കച്ചവടങ്ങൾ തമ്മിൽ ഈ 60% മുകളിൽ നടക്കുന്ന കച്ചവടവും അതിനെതിരെ 15% നടക്കുന്ന ബിസിനസ് നിലനിൽക്കുകയല്ല ഒരിക്കലും. നമ്മുടെ ബിസിനസ്സുകൾ അതുകൊണ്ട് മൊത്തമായി അവരുടെ കയ്യിലേക്ക് മറിഞ്ഞുപോയി. അത് നമ്മുടെ മാത്രമല്ല, ഹിന്ദുക്കളുടെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, 47ഉം പിന്നെ 16ഉം കൂടെ കൂടിയാൽ അത്രയും ബിസിനസ്, അത്രയും പെർസെന്റ് ക്ലയൻസിന് വേണ്ടി ഒരു ബിസിനസ് നടത്തുന്നതും 10% വേണ്ടി നടത്തുന്നതിൽ വലിയ വ്യത്യാസം വരും. ഈ വ്യത്യാസം കൂടുന്നതനുസരിച്ച് ഈ കച്ചവടങ്ങളൊക്കെ നിന്നു പോവുകയും അവരുടെ ബിസിനസ് കയറി വരികയും ചെയ്യും. അതോടുകൂടി ഇത് ടോട്ടൽ മൊണോപ്പൊളി ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഓൾറെഡി പൊളിറ്റിക്കൽ മൊണോപ്പൊളി അവർ എടുത്തു കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ പിടിയിലായി. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ബിസിനസ് അവര് ടോട്ടലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവുക, ആളുകൾ അവെയർ ആവുക, നമ്മൾ കച്ചവടം നടത്തുമ്പോൾ നമ്മുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു സെൻസാണ് ഉണ്ടാകേണ്ടത്. ഞാൻ നേരത്തെ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതിന് എന്താണ് പറയുക, അദ്ദേഹം പറഞ്ഞതിനെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഇന്നുള്ള സാധാരണ ഒരു യുവജനങ്ങളുടെ അപ്പനും അമ്മയും എന്നുള്ള നിലയിലാണ് സാറ് സംസാരിക്കുന്നത്. അതെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ട്. കാരണം ഇന്നത്തെ യുവജനങ്ങളുടെ വികാരമാണിത്. പക്ഷേ എന്റെ പ്രശ്നം അതല്ല. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ യുവജനങ്ങളും മുഴുവത്തേക്ക് പോവുകയില്ല, അവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ബാക്കി വരുന്ന മനുഷ്യരുടെ ജീവിതം എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അതായത് 50%ഓ 60%ഓ യുവജനങ്ങൾ മുഴുവനും കൂടെ പുറത്തേക്ക് പോയാലും പിന്നെ ഒരു സമൂഹം മിച്ചം വരുന്നുണ്ട്. ഈ സമൂഹത്തിന് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും? അതായത് നമ്മൾ ഓഫീസുകളിലൊന്നും നമ്മളാരില്ല, നമ്മൾ ബിസിനസ് മേഖലയിൽ നമ്മളില്ല, ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പ്രസ്ഥാനത്തിൽ നമ്മളില്ലാത്തൊരു സാഹചര്യം വന്നു കഴിയും. കാരണം ഒരുവിധം പഠിക്കാൻ കഴിവുള്ളവരെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഇനി അവിടെ അവർ വളരുന്നു എന്ന് പറഞ്ഞാൽ സാറ് കൺസേൺഡ് ആയ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ വരെ ഇവിടെ ബന്ധപ്പെടുന്ന സാധ്യമില്ല. കാരണം ഇവരവിടെ ചെന്നിട്ട് അവരുടെ പള്ളിയുടെ അംഗമായിട്ട് അവർ ജീവിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ വലിയ കൺസേൺഡ് അല്ല. കാരണം പൊതുവെ നമ്മുടെ ആളുകൾ പുറത്തുപോയി വിശ്വാസപരമായിട്ട് ജീവിക്കുന്നവരാണ്. ഇനി അവരുടെ അടുത്ത ജനറേഷൻ വരുമ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നത് അറിയാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ കൾച്ചറിൽ വളർന്നു വരുന്ന കുട്ടികൾ ഏത് ലെവലിലാണ് വിശ്വാസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഉള്ള ജനറേഷൻസ്, ഇവിടുന്ന് പോയ ആളുകളും അവരോട് ചേർന്ന് നിൽക്കുന്ന മക്കളും ഒക്കെ പൊതുവെ വിശ്വാസത്തില് അവിടെയുള്ള സഭാ സമൂഹങ്ങളുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മറ്റൊരു മിഥ്യാധാരണ നമ്മുടെ നാട്ടിലുള്ളത് പൊതുവെ പുറത്തു പോകണം എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. പുറത്തു പോയാൽ ജീവിതം സുന്ദരമാകും എന്നൊരു ചിന്ത. പക്ഷേ ഇവിടെ ചെയ്യുന്ന അതേ ജോലികൾ തന്നെയാണ് അവിടെ അവർ ചെയ്യുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. പബ്ലിക്കിൽ പൂർണ്ണമായ ഇവിടെയുള്ള ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവനവന്റെ ആ ഐഡന്റിറ്റി ഒന്നും അവിടെ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോ ഞാൻ കൺസേൺഡ് ആകുന്നത് അടിസ്ഥാനപരമായി ഞാൻ മാത്രമല്ല, നമ്മുടെ എനിക്കൊന്ന് ഷെക്കിന ടെലിവിഷനും ആ ഒരു കൺസേണിൽ നിൽക്കുന്ന ഞാൻ കരുതുന്നത്, നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന സമൂഹം, അതായത് 20-30 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സമൂഹത്തിന്റെ ഭാവി എന്താണ് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഒരു 30 വർഷം മുമ്പ് കുടുംബാസൂത്രണം ആരംഭിച്ചപ്പോൾ അന്നുള്ള കാരണവന്മാര് ഇന്നുള്ള മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ അന്ന് ആ ഒരു ആസൂത്രണത്തിലൊക്കെ പോകുമായിരുന്നില്ല. അത് പോകുന്നതിൽ ഞാൻ പറയാലോ സഭാ നേതൃത്വത്തിലും അതിന് പൂർണ്ണമായിട്ടൊരു വെളിച്ചം അന്ന് ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അന്ന് ആ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുടുംബങ്ങളിൽ മക്കൾ അധികം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ പ്രതിസന്ധിയിലേക്ക് നമ്മൾ വരുമായിരുന്നില്ല. ഇന്ന് നമ്മൾ ഹലാല് നോക്കാതെ സാധനങ്ങൾ മേടിച്ചാൽ ഇതേ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാ കുട്ടികളെയും ഇവിടെയുള്ള ജോലികളെല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് കയറ്റി വിട്ടാൽ ഇതേ തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നത്. അതായത് ഭാവിയെ ഒരു വിധത്തിലും കാണാതെയുള്ള ഒരു തൽക്കാലത്തേക്ക് നിലനിന്ന് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് അതിനെ കാണുന്നതെന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അച്ഛാ, ഈ നമ്മൾ സാമ്പത്തിക മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തളർച്ചയെ പറ്റി അച്ഛൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ഹലാൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിശ്വാസ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപജയം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ അപ്പുറം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഈ വിശ്വാസ മേഖലയിൽ അപജയം നേരിടുമ്പോൾ സ്വാഭാവികമായും സാമുദായിക ബോധം നഷ്ടപ്പെടുന്നു,
തുടർന്ന് സമുദായത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. അതും ഒരു പരിധിവരെ ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥയ്ക്ക് കാരണമല്ലേ? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഫാദർ ആന്റണി തറക്കടവിൽ. തീർച്ചയായിട്ടും ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഇന്നുള്ള കുട്ടികൾ 2011 മുതൽ ജനിച്ച കുട്ടികളെ ആൽഫ ജനറേഷൻ എന്നാണ് പറയുക. ആൽഫ ജനറേഷൻ ഇത് ടോട്ടലി നമ്മൾ പറയുന്ന ന്യൂ ജനറേഷനും പിന്നീട് വന്ന ഇസഡ് ജനറേഷനും പിന്നീട് വന്ന ജനറേഷനാണിത്. ഇത് വളരെ ഡിഫറെന്റ് ജനറേഷനാണ്. ഈ ജനറേഷന് പറ്റിയ വിധത്തിൽ നമ്മുടെ വിശ്വാസ രൂപീകരണവും വിശ്വാസ കൈമാറ്റവും ഒന്നും രൂപാന്തരപ്പെടാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ സ്കൂളുകളിലും കഴിഞ്ഞിട്ടില്ല. അവരോട് സംവദിക്കേണ്ട വിധത്തിൽ വിശ്വാസം കൈമാറി കൊടുക്കണം. അങ്ങനെ കൈമാറി കൊടുത്തിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരണം. അതോടുകൂടി നെഗറ്റീവായിട്ട് ഞാൻ കാണുന്ന മറ്റൊരു ആസ്പെക്ട് എന്താന്ന് പറഞ്ഞാൽ, ചിലർക്ക് അത് പറയും വിഷമം ഉണ്ടാവും. നമ്മൾ ഈ സൺഡേ സ്കൂളുകളിലൊക്കെ നടത്തുന്ന മത്സരങ്ങളാണ് ടോട്ടലി, അതായത് എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വസ്തുവാണ് മത്സരങ്ങൾ. മത്സരങ്ങൾ നടത്തി നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പരസ്പരം മത്സരിക്കേണ്ട ഒരു എനർജിയിലേക്ക് എങ്ങനെയോ രൂപപ്പെടുത്തുന്നുണ്ടെന്നൊരു ധാരണ അതെന്റെ മനസ്സിലുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ഇത്രയും ഈ ക്ലാഷ് മറ്റു സമൂഹങ്ങളിൽ ഇല്ല. അത് നമ്മുടെ ഇടയിലാണ് ഏറ്റവും അധികം കൂടുതലുള്ളത്. നമ്മുടെ ഇടയിലാണ് ഈ മത്സരങ്ങളുള്ളത്. വിശ്വാസ കൈമാറ്റം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് നടക്കണം. പക്ഷെ മാതാപിതാക്കൾ ഇങ്ങനെ ധ്യാനമൊക്കെ കൂടുന്നുണ്ടായിരിക്കും, അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ഈ വരുന്ന പുതിയ ജനറേഷന്റെ സ്വഭാവം അനുസരിച്ച്, കാരണം അവർ ഒരു മൊബൈൽ ജനറേഷനാണ്, അവർ ഈ പറയുന്ന മോണിറ്ററഡ് അഡിക്റ്റഡ് ജനറേഷനാണ്. ഈ വിധത്തിലോട്ട് കൈമാറാനായിട്ട്, അവർ കൺവിൻസിംഗ് ആയിട്ട് കൈമാറാനായിട്ട് സിസ്റ്റം നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ വി സി സെബാസ്റ്റ്യൻ, നാം ഈ സാമ്പത്തിക മേഖലയിൽ, ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ, ഒപ്പം തന്നെ ജനസംഖ്യാപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദുർബലമായ ഒരു സമുദായത്തെ വീണ്ടും ദുർബലപ്പെടുത്താൻ അല്ലെങ്കിൽ അവഹേളിക്കാൻ ഈ കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നും, ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും, മാധ്യമ മേഖലകളിൽ നിന്നൊക്കെ ഈ ചിലർ കാണിക്കുന്ന ക്രൈസ്തവ സമുദായത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ, അവഹേളനങ്ങൾ, അത് ഒരു പരിധിവരെ സമുദായത്തെ അതിനെതിരെ ശക്തമായി നാം പ്രതികരിച്ചില്ലെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സമുദായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ അവഹേളിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലാതാകുമ്പോൾ അത് സമുദായത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കില്ലേ ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് നടത്തുന്ന ഈ കടന്നുകയറ്റം കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? ശ്രീ വി സി സെബാസ്റ്റ്യൻ. ജോർജ് ചോദിച്ച ആ ചോദ്യത്തിന് രണ്ട് തലങ്ങളിലുള്ള തന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഉത്തരമാകുകയുള്ളൂ. പറയപ്പെട്ട ആന്റണി അച്ഛൻ അവസാനിപ്പിച്ച കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പരിഗണനയ്ക്കെടുക്കുകയും മാറ്റങ്ങൾക്ക് സഭയ്ക്ക് ഉള്ളിൽ വിധേയമാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. എനിക്കൊത്തിരി സന്തോഷം തോന്നുന്നു അച്ഛന്റെ ഭാഗത്ത് ഇത്രയും തുറന്ന മനസ്സോടുകൂടി അദ്ദേഹം പങ്കുവെച്ച ഒരു വലിയ മാറ്റത്തെക്കുറിച്ച്. ജോർജ് പറഞ്ഞ ആ ചോദ്യത്തിന് ആക്ഷേപങ്ങളും അവഹേളനങ്ങളും നിരന്തരം കേൾക്കുന്നവരായിട്ട്, അത് മാധ്യമങ്ങളുടെ നിന്ന്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, ഇതൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് പ്രധാന രണ്ട് ആംഗിളിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അതൊന്ന് സഭയ്ക്കുള്ളിൽ ഉള്ള ചില കാര്യങ്ങൾ അന്നേരം നമ്മൾ പുറത്തു പറയേണ്ടി വരും. ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒന്ന്, നമ്മുടെ ഇടയില് ഒരു ഐക്യമില്ലായ്മ, ഭിന്നിപ്പിന്റെ സ്വരങ്ങള്, അത് മറ്റുള്ളവർക്ക് നമ്മളെ അപഹാസ്യരാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ജോജി, ആരാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഞാനോ ഈ ഇരിക്കുന്ന ജോജിയോ പിന്നെ അല്ലെങ്കിൽ അമലോ മറ്റോ ആണോ? അൽമായരാണോ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഏത് സഭാ വിഭാഗങ്ങളെയും സഭയ്ക്കുള്ളിലുള്ള കാര്യങ്ങളും എടുത്തുകൊണ്ട് ഞാൻ വളരെ തുറന്നു പറയുകയാണ്, സഭയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന യഥാർത്ഥത്തിലുള്ള അൽമായ വിശ്വാസികളല്ല. ഭിന്നിപ്പിന്റെ കാരണങ്ങൾ എന്താണ്? വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ നമ്മൾ പല ആനുകാലിക സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അധികാരത്തിന്റെയും സാമ്പത്തികമായ വശങ്ങളുടെയും പേരില് പാവപ്പെട്ട വിശ്വാസിയെ പലപ്പോഴും തെരുവിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. നമ്മൾ ചില വസ്തുതകള്, നമ്മുടെ ഇടയിലെ വീഴ്ചകൾ നമ്മൾ അംഗീകരിക്കാതെ തരമില്ല. ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഐക്യമില്ലായ്മ നമ്മളെ അപഹാസ്യരാക്കിയാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ആയുധം ഇട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ഹലാലിനെ കുറിച്ചും നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ചില മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ മടിക്കുന്നത് എന്ത്? വിശ്വാസ മേഖലയില് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വാസ തകർച്ച കൊണ്ടാണ്. നമ്മൾ ഒത്തിരിയേറെ കോളേജുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കോളേജുകൾ നടത്തുന്നുണ്ട്, ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഈ ഹോസ്റ്റലുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എന്ത് വിശ്വാസ പകർച്ചയാണ് നമ്മുടെ സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
കുർബാനയോട് പോലും വളരെ തുറന്നു പറയാണ്, കുർബാനയോട് പോലും അകൽച്ച സൃഷ്ടിക്കുവാൻ വേണ്ടി ഇട കൊടുത്തത് സാധാരണ ഒരു വിശ്വാസികളല്ല. അപ്പോൾ സഭയിലുണ്ടാകുന്ന ഭിന്നിപ്പുകളും അകൽച്ചകളും തകർച്ചകളും ഇടർച്ചകളുമാണ് മാധ്യമങ്ങള് അവരുടേതായ രീതി വളച്ചൊടുക്കുകയും അതോടൊപ്പം തന്നെ സഭയെ ഏതെല്ലാം രീതിയിൽ തകർക്കാമോ എന്നുകൊണ്ട് ചിന്തിച്ച് നടക്കുകയും സഭയ്ക്കുള്ളിലേക്ക് ചൊഴിഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ബലം കൊടുക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളിലെ തകർച്ചയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ സംസാരിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം വിജയിക്കുന്നുണ്ടെന്നും കൂടി അന്നേരം അപ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇത് ഞാൻ സഭയ്ക്കുള്ളിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അത് നേരത്തെ ഈ മൈഗ്രേഷന്റെ കാര്യം നമ്മൾ പങ്കുവെച്ചു. അതോടൊപ്പം തന്നെയുള്ളതാണ് വിഴിഞ്ഞത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാർഷിക മേഖലയിലെ തകർച്ചകള്. നമ്മുടെ ഒരു പ്രബലമായ സമുദായത്തിന്റെ വരുമാന മാർഗം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയാണ്. വില തകർച്ച അതിരൂക്ഷമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഭൂനിയമങ്ങൾ, കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഇപ്പോഴും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഫർ സോൺ വിഷയങ്ങള് ഷെക്കിന ടെലിവിഷൻ വളരെ കാര്യമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങള്, വനവൽക്കരണം, വന്യമൃഗ ശല്യം, ഇങ്ങനെ നമ്മുടെ ഒരു ജനവിഭാഗം, ക്രൈസ്തവ ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊക്കെ ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ കൂട്ടപാലായനം നടത്തേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എത്ര പേര് നമ്മളിത് ഗൗരവമായിട്ട് എടുക്കുന്നു? അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ നമ്മൾ തഴയപ്പെടുകയാണ്. നമ്മള് അല്പം മുമ്പ് നമ്മുടെ അമല് സൂചിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങളിൽ തഴയപ്പെടുന്നു, മടങ്ങി വരാത്ത ഒരു യുവജനത, ഒഴുകിപ്പോകുന്ന യുവജനങ്ങള്, ഇതിനെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ ചങ്കായ മധ്യ തിരുവിതാംകൂർ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളുടെ വൻ വരവ്. ഇതാണ് നമ്മുടെ സമുദായ സമവാക്യങ്ങളെല്ലാം തെറ്റിപ്പോകാൻ പോവുകയാണ് അടുത്ത നാളുകളില്. ഇവിടെയെങ്കിലും നമുക്കൊരു ഒരുമ വേണ്ടേ ജോജി? ഇവിടെയെങ്കിലും നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കത്തില്ലേ? ഒരു രൂപതയ്ക്ക് അപ്പുറത്തേക്ക് സഭയ്ക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. വളരെ തെളിച്ചു പറയാം, ഓരോ രൂപതകൾ ഓരോ സാമ്രാജ്യങ്ങളായിട്ട് മാറുകയാണ്. ഓരോ സന്യാസ സഭകള് അവരുടെ ഫെയ്ത്ത്ഫുള്ളിനുള്ള വിശ്വാസികളുടെ പ്രതിബദ്ധത എന്താണ്? നമ്മളത് ചുരുക്ഷമായിട്ട് കുലകക്ഷമായിട്ട് ചിന്തിക്കേണ്ടതല്ലേ? സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ആർക്ക്? ഞാന് അൽമായ കൗൺസിലിന്റെ സെക്രട്ടറി എന്ന നിലയിലെ കണക്കുകൾ ഓരോ സ്ഥാപനങ്ങളും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്ത് പ്രതിബദ്ധതയാണ് ഈ ക്രൈസ്തവ സമുദായത്തോട് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുള്ളത്? ആർക്ക് വേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഒഴുകിപ്പോകുന്ന യുവത്വത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പോലും നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിൽ നമ്മൾ സ്കൂളുകൾ തുറക്കുക അടയ്ക്കുക എന്നതിനകത്തേക്ക് അപ്പുറത്തേക്ക് എത്ര ക്രൈസ്തവ കുട്ടികൾ പഠിക്കുന്നുണ്ട്? നമ്മുടെ കോളേജുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം വരാൻ പോകുന്ന വലിയൊരു മാറ്റം തന്നെയാണ്. അതിനെല്ലാം മൈഗ്രേഷൻ പാടില്ല എന്നുള്ള ആശയത്തിൽ നിർത്താൻ ഒക്കത്തില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞ പോയിന്റ് വളരെ റെലവന്റ് ആണ്. കുറെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു വരുമ്പോഴ് ഇവിടെയുള്ള കുട്ടികളുടെ ഭാവി, ഇവിടെ എല്ലാവർക്കും പോകാൻ സാധിക്കുന്നില്ല. ഇവിടെയുള്ളവരുടെ ഭാവി അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമുദായിക ബലം വേണം. നമുക്ക് എത്രമാത്രം സാമുദായിക സംഘടനകളുണ്ട്, ഐക്യമുണ്ടോ? നമുക്ക് എത്രമാത്രം മാസികകളുണ്ട്, പ്രസിദ്ധീകരണങ്ങളുണ്ട്, എന്ത് ഒരു ശബ്ദമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏറ്റവും ബുദ്ധിയുള്ളവര്, വിദഗ്ധരായിട്ടുള്ളവര്, പ്രഗത്ഭരായിട്ടുള്ളവര് ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ അധ്യാപകരാണ്. അവരിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് ഈ സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ നല്ലൊരു ശതമാനം ശമ്പളം പറ്റുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എയ്ഡഡ് കോളേജുകൾ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. അവരിൽ നിന്ന് സഭയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്, എന്ത് ഇവാഞ്ചലൈസേഷൻ ഉണ്ട്? അമല് ജനന നിരക്കിനെ കുറിച്ചും ഒക്കെയുള്ള വിശദമായ കണക്കുകൾ പറഞ്ഞു. ഞാൻ വളരെ തുറന്നങ്ങ് ചോദിക്കുകയാണ്, മാതാപിതാക്കൾ കുട്ടികളുടെ എണ്ണം കൂടി വളർത്തേണ്ടത് മാത്രമാണോ ഒരു സമുദായം, ഒരു സഭ? വാട്ട് ഈസ് അവർ ഇവാഞ്ചലൈസേഷൻ പ്രോസസ്? നമ്മുടെ സുവിശേഷവൽക്കരണ പ്രക്രിയ എവിടെയാണ്? അവിടെ നമ്മൾ പരാജയപ്പെട്ടില്ലേ? ഇടവകളുണ്ട്, രൂപതകളുണ്ട്, ഫൊറോനകളുണ്ട്, സഭയുണ്ട്, വിവിധ സഭകളുണ്ട്.
ഇവിടെയെല്ലാം എന്ത് ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്? സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ എന്ത് ക്രൈസ്തവ മൂല്യമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, അങ്ങ് പറയുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു. പക്ഷേ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ ഇവാഞ്ചലൈസേഷൻ പ്രോസസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ വീഴ്ചകൾ ധാരാളമുണ്ട്. പക്ഷെ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് നാം ഒരു വിമർശനം ഉന്നയിക്കരുത്. ഇല്ല, ഞാന് നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. നമ്മുടെ പൊതുവായുള്ള നമ്മുടെ ചില മേഖലകളില് നമുക്ക് കൂടുതൽ ഒരുമയും സ്വരുമയും ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടുകളും വേണം. അതിനൊരു അഭാവം നമ്മുടെ ക്രൈസ്തവ ഇടയിൽ ഉണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. നേരത്തെ നമ്മുടെ ഇവിടെ ഒരു ശബ്ദമായിട്ടുണ്ടായിരുന്ന ഇന്റർ ചർച്ച് കൗൺസിൽ, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വലിയൊരു കൂട്ടായ്മയായിരുന്നു. ഇന്നത് അപ്രസക്തമായിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ആണെങ്കിലും പൊതുസമൂഹത്തെ ആണെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഐക്യമാണ്, യോജിപ്പായിരുന്നു. അത് നമ്മുടെ ഇടയിൽ ഒത്തിരി കൈമോശം വന്നു. ആ കൈമോശം വന്നത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഐക്യപ്പെടണം, ഒന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ പങ്കുവയ്ക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതിന് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കടമ, നമ്മുടെ കമ്മിറ്റ്മെന്റ്, അതാണ് നമ്മൾ നടത്തേണ്ടത്. എടുത്താൽ മതി. സ്ഥാപനങ്ങള് നമ്മുടെ വലിയൊരു ചരിത്രമുണ്ട്, നവോത്ഥാന ചരിത്രമുണ്ട്. പക്ഷെ ഇന്നും നമ്മൾ ആ ചരിത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് വളരെ വ്യക്തമായി സ്വയം വിമർശനപരമായ ചില കാര്യങ്ങൾ അങ്ങ് പങ്കുവച്ചു. വളരെ വ്യക്തമായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീ അമൽ ശ്രേഖ്, നേരത്തെ അങ്ങ് പറഞ്ഞ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കണക്കുകളുണ്ട്. പ്രത്യേകിച്ച് 2001 വന്ന ആ ഒരു റിപ്പോർട്ട്, അന്ന് അങ്ങ് ആ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേളയിൽ അങ്ങ് പറയുകയുണ്ടായി, അന്ന് ആ കാര്യങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. അതിന്റെ പരിണിത ഫലങ്ങൾ ഇപ്പുറം 2022 നാം അനുഭവിക്കുന്നു. ഇനിയെങ്കിലും നാം വളരെയധികം പുറകോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും നാം ഈ സർക്കാർ സംവിധാനങ്ങളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പിന്നോക്ക അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയെങ്കിലും നാം ശ്രദ്ധിക്കേണ്ടത്? ശ്രീ അമൽ ശ്രേഖ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, സമയപരിമിതി മൂലമാണ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ അമൽ ശ്രേഖ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിൽ പറയേണ്ടത് ജനസംഖ്യയുടെ വളർച്ച തന്നെയാണ്. അതായത് ഏതൊരു സമുദായത്തിനും അവിടെ നിലനിൽപ്പ് വേണമെങ്കിൽ ജനസംഖ്യ വേണം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ചും, ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് എല്ലായിടത്തും ചെവി കൊള്ളുക. അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് പലപ്പോഴും അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ആള്, വ്യക്തി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ടും ആ നിലയിലെ ജനസംഖ്യക്കാണ് വളരെ പ്രധാനം. കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ജനന നിരക്ക് കുറയുന്നു എന്ന് തന്നെയാണ്. അതായത് കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്ന് തന്നെയാണ് കേരളത്തിലെ ജനസംഖ്യ കുറവിന്റെ പ്രധാനപ്പെട്ട കാരണവും. അതുമൂലമുണ്ടാകുന്ന സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, മറ്റ് എല്ലാ മേഖലയിലുള്ള ഈ ഒരു സമൂഹത്തിന്റെ തളർച്ചയും എന്ന് ഞാൻ ഒന്ന് അടിവരയിടുകയാണ്. ഇവിടെ ജനനനിരക്ക് കൂടാതെ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കൂടാതെ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അല്ലെങ്കിൽ ഈ സമുദായം തളർച്ചയിലേക്ക് പോവും, തകർച്ചയിലേക്ക് പോവും, ഉന്മൂലനത്തിലേക്ക് തന്നെ പോകാനായിട്ട് വരും കാര്യങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ ഫലപ്രദമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നേരത്തെ തന്നെ കുട്ടികളെ കെട്ടിച്ചു വിടുക അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നിലവില് നമുക്കറിയാം നമ്മുടെ സമുദായത്തില് 30 കഴിഞ്ഞും 35 കഴിഞ്ഞും കെട്ടാതെ നിൽക്കുന്ന ധാരാളം യുവജനങ്ങൾ കുമിഞ്ഞു കൂട്ടുന്ന ഒരു സമുദായമായി നമ്മുടെ സമുദായം മാറിയിരിക്കുകയാണ്. അതിനെ കൃത്യവും വ്യക്തവുമായിട്ട് നേരിടാനായിട്ട് ഈ സമുദായം മുന്നോട്ട് വരണം. അതിന് കൃത്യമായിട്ട് 25 വയസ്സിന് മുമ്പായിട്ട് തന്നെ വിവാഹപ്രായം എത്തി. അതായത് 21 വയസ്സാണല്ലോ ഇപ്പൊ ആൺപിള്ളേരുടെ വിവാഹപ്രായം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 25 വയസ്സിന് മുമ്പെങ്കിലും തന്നെ ആലോചന തുടങ്ങുകയും ചെയ്യണം. അല്ലെങ്കിൽ 25 വയസ്സ് ആ സമയത്ത് തന്നെ ആലോചിക്കും. ഇനി 18 വയസ്സാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത്. 25 വയസ്സിന് മുമ്പായിട്ട് തന്നെ അവരെ വിവാഹത്തിലേക്ക് കെട്ടിച്ചു വിടാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത് പ്രധാനമായിട്ടും ചെയ്യാനുള്ള കാര്യം. അതിനുശേഷം നല്ല പ്രായത്തിൽ തന്നെ അവർക്ക് മക്കളുണ്ടാകുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 25 വയസ്സിന് മുൻപായിട്ട് ഒക്കെ വിവാഹപ്രായത്തിലേക്ക് പോയി അവർക്ക് നല്ല രീതിയിൽ കൂടുതൽ മക്കളൊക്കെ ഉണ്ടാകുക. അതുമൂലം ഒരു കുടുംബമാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പുഷ്ടമാകുന്നത്. ഇപ്പം പ്രധാനമായിട്ടും ഇന്നത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഏകാന്തത എന്ന് പറയുന്നത്. 1ഉം 2ഉമേ ഉള്ളൂ. അവർക്ക് സ്വാഭാവികമായിട്ടും അപ്പനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിച്ചെന്ന് വരത്തില്ല. അവരുടെ പ്രായത്തിൽ അല്ലെ അവരുടെ ആ താളത്തിൽ നിൽക്കുന്നവരെയാണ് അവർ അന്വേഷിക്കുക. ആ സമയത്താണ് ഇവർ ഈ കൂട്ടുകെട്ടിലേക്ക് കൂടുതലായിട്ടും പോവുകയും ലഹരി മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് ഈ ഒരു വിശ്വാസത്തലം തന്നെ വിട്ടുപോകുന്ന ആശയങ്ങളിലേക്കാണ് ഇവർ പോകാൻ കാരണം. അപ്പം തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ അവർക്ക് കൂടുതൽ സഹോദരങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ കേൾക്കാനായിട്ടും അവരെ പരിഗണിക്കാനായിട്ട് സ്നേഹിക്കാനുള്ള ആൾക്കാർ കാണും. കുടുംബത്തിലൊരു സന്തോഷം കാണും. എപ്പോഴും കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ടാണല്ലോ ആ പ്രായമുള്ള മാതാപിതാക്കൾക്കാണെങ്കിലും എപ്പോഴും ആരെങ്കിലുമൊക്കെ അടുത്ത് കാണും. അപ്പൊ ആ നിലയിലേക്ക് ഇനിയൊരു കുടുംബം, കഴിഞ്ഞ തലമുറയിലെ നസ്രാനി സമൂഹം എങ്ങനെയായിരുന്നു ആ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ശക്തമായ സമുദായത്തിലേക്ക്
നമുക്കൊരു തിരിച്ചുപോക്ക് 1971 അല്ലെങ്കിൽ 61 മുമ്പിലുള്ള ഒരു കാലഘട്ടം നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ സമുദായത്തിലേക്ക് കൊണ്ടുവരണം. കാര്യം മറ്റ് സമുദായങ്ങൾ അത് വ്യക്തവും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമാണ്. അതിലേക്ക് നമ്മൾ ശ്രമം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കുകയാണ്. അതായത് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ജോലി മേഖല അല്ലെങ്കിൽ മറ്റു മേഖലകളാണ് നമ്മൾ വിവാഹത്തിന് കാരണം പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കള് ആ വിവാഹത്തിലേക്ക് കടക്കുന്ന മക്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ശ്രമം കൊടുക്കണം. വീട്ടിലേക്ക് കെട്ടിച്ചു വരുന്ന ആ ഒരു യുവതിക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് പോകാനുള്ള സൗകര്യം, ജോലിക്ക് പോകാനാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള സൗകര്യം, കൂടുതൽ കുട്ടികളുണ്ടായി അവരെ പരിപാലിക്കാനുള്ള ആ ഒരു ദൗത്യം മാതാപിതാക്കളുടെ അവരോടൊപ്പം തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം കൂടെ തീർച്ചയായിട്ടും നമ്മുടെ സമുദായം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ സമുദായത്തിന്റെ ആശങ്ക കൃത്യവും വ്യക്തവുമായിട്ടും ഓരോ ഇടവകയിലുള്ള വൈദികരും സന്യസ്തരും സന്യാസ സമൂഹങ്ങളും കൃത്യമായി ഇത് ഏറ്റെടുത്തേ മതിയാവൂ. കാര്യം ഈ സമുദായത്തെ നയിക്കുന്നത് സ്വയമായിട്ടും നേതൃത്വമാണ്. ആ നേതൃത്വം ശക്തമായിട്ടും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താനായിട്ടുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ അമൽ ശ്രീ. വളരെ പ്രസക്തവും അതോടൊപ്പം തന്നെ സഭാ നേതൃത്വം സമുദായ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ അമൽ ശ്രീ ഉന്നയിച്ചത്. ചർച്ചയുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഫാദർ ആന്റണി തറക്കടവിൽ അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം വളരെ ചുരുങ്ങിയ വാക്കിൽ, വളരെ ഷോർട്ടായി. ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. അവസാനം അമല് പറഞ്ഞു നിർത്തിയത് തന്നെയാണ് ഞാൻ കാണുന്നതും ചർച്ചയിൽ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. നമ്മുടെ ബിസിനസ് മേഖലകൾ തിരിച്ചെടുക്കണമെങ്കിലും രാഷ്ട്രീയ സ്വാധീനം, ജനാധിപത്യ രാജ്യമാണല്ലോ, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകണമെങ്കിലും പരസ്പര സ്നേഹം വീട്ടിൽ വളരണമെങ്കിലും ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിലും മയക്കുമരുന്ന് പോലെ അടിമകളാകാതിരിക്കണമെങ്കിലും എല്ലാം മക്കളുടെ എണ്ണം കൂടാതെ മാർഗമില്ല. മക്കളുടെ എണ്ണം കൂടാതെ സമുദായത്തിന് നിലനിൽപ്പുമില്ല. മക്കളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പേര് പുറത്തോട്ട് പോകും, അകത്തോട്ടും ഒക്കെ ആവാം. പക്ഷെ മക്കളുടെ എണ്ണമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, ഈ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജനസംഖ്യ തന്നെയാണ്. അത് തന്നെയാണ് അമല് കണക്കുകളിലൂടെയും അവസാനം വളരെ സുന്ദരമായി കൺക്ലൂഡ് ചെയ്തും പറഞ്ഞത്. അത്രയും മാത്രമാണ് എനിക്കും അവസാനമായിട്ട് ഇതിൽ പറയാനുള്ളത്. നമ്മുടെ മക്കളുടെ എണ്ണം വർദ്ധിക്കണം, സമുദായം ശക്തിപ്പെടണം, അങ്ങനെ സമുദായത്തിന് നിലനിൽപ്പുണ്ടാവണം, ഭാവി ഉണ്ടാവണം. ഓക്കെ, വളരെ വ്യക്തമാണ്. ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ ഒരു ഭീകരാവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ ഷെക്കന ബിഗ് ഡിബേറ്റ് പങ്കുവച്ചത്. സമുദായം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജനസംഖ്യാപരമായി ക്രൈസ്തവ സമുദായം വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ആന്റണി തറക്കടവിൽ, അഡ്വക്കേറ്റ് ശ്രീ വി സി സെബാസ്റ്റ്യൻ, ഒപ്പം ശ്രീ അമൽ ശ്രീ, 3 പേർക്കും നന്ദി.